നമുക്കറിയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു മുഷാവറയിലേക്ക് അങ്ങനെ കയറി ചെല്ലാൻ ആർക്കൊന്നും പറ്റൂല. അങ്ങനെ ആരും ആഗ്രഹിച്ചെത്തുന്നൊരു കാര്യമല്ല. സമാനായ സയ്യിദുൽ ഉലമ എപ്പോഴും പറയുന്നത് പോലെ ഇത് ആത്മീയ നേതാക്കൾ കൈകാര്യം ചെയ്ത കാര്യങ്ങളാണ്. സമസ്ത എന്നുള്ള പ്രസ്ഥാനം തന്നെ നാം മനസ്സിലാക്കിയതുപോലല്ല. അതിനൊക്കെ ഒരു ആത്മീയ നേതൃത്വം നമുക്കുണ്ട്. അതിൻ്റെ നിയന്ത്രണം അവരെങ്കില മഹാനായ വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ മഹാനവറുകൾ അസ്ഥിവാരം കുറിച്ച മഹത്തായ പ്രസ്ഥാനം എന്നുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് മാത്രം നീങ്ങുന്ന കാര്യമല്ല, മറിച്ച് ഇതിനൊക്കെ മഹാന്മാരായിരിക്കുന്ന ആത്മീയ നിയന്ത്രണം ഇതിലുണ്ട് എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, നമുക്കൊക്കെ ഒരു സൗഭാഗ്യം ലഭിച്ചു എന്നുള്ളത് 100 വർഷം തികക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രചാരകരാവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. സുന്നത്ത് എന്ന മഹത്തായ ഈ അടിയുറച്ച വിശ്വാസവും അടിസ്ഥാനവും ഇത് നിലനിർത്തുന്നതിൽ ഒരംശമെങ്കിലും ഒരു സഹകാരിയാവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നാളെ പാരിത്രികിച്ചുള്ള പ്രതിഫലമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലൊരു കൂട്ടായ്മയിലൂടെ ലക്ഷക്കണക്കായ ആളുകളാണ് ഇൻഷാ അല്ലാഹ് കുണിയിൽ ഒരുമിച്ച് കൂടാനിരിക്കുന്നത്. ലക്ഷക്കണക്കായ ആളുകൾ, എന്തായാലും ഇജാബത്തുള്ള ഒരാളെങ്കിലും അവിടെ ഉണ്ടാകും. ലക്ഷക്കണക്കായ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒന്നല്ല, ഒരുപാട് ഇജാബത്തുള്ള ആളുകളുണ്ടാവും. മഹാന്മാരായിരിക്കുന്ന സയ്യിദീങ്ങൾ, ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, നാം കാണാത്ത ഒരുപാട് ആത്മീയ നേതൃത്വങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. അവരെല്ലാവരും കൂടി ഒരു കൈയുയർത്തി ദുആ ചെയ്യുമ്പോൾ തീർച്ചയായും അതിലൊരു സദസ്സിൽ അംഗമായിട്ടുണ്ടെങ്കിൽ, ആ ആമിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മതി മുഅ്മിനീങ്ങളെ നമ്മുടെ നാളെ പാരത്രിക ജീവിതത്തിലേക്ക് സാധ്യമാവുന്നവരൊക്കെ തന്നെ ആ മഹത്തായ ആ സംഗമത്തിൽ ഒന്ന് ഒരുമിച്ച് കൂടി ആ പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടാൻ നമ്മളൊക്കെ ഉണ്ടായിരിക്കണം. അള്ളാഹുവിന് ആയുസ്, ആഫിയത്ത്, കരുത്തൊക്കെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇതൊന്നും നമ്മുടേതായി നമുക്ക് അഭിമാനിക്കാനൊന്നുമില്ല. ദുന്യാവിൽ നമ്മുടേത് എന്ന് പറയാൻ നമുക്കൊന്നുമില്ല. ഇതൊക്കെ നമ്മളുടെ ഒരു അവസാന ശ്വാസത്തോടു കൂടി നമ്മളിത് എന്ന് പറയപ്പെടുന്നതൊക്കെ നമ്മളിൽ നഷ്ടപ്പെട്ടു പോകും. ഒരുപാട് വലിയ സമ്പത്തിൻ്റെ ഉടമയാണെങ്കിലും ദശകോടീശ്വരനാണെങ്കിൽ പോലും അവസാന ശ്വാസത്തോടു കൂടി അവൻ്റെതൊക്കെ നഷ്ടപ്പെട്ട്, എത്ര സൗകര്യങ്ങളുള്ളവനാണെങ്കിൽ പോലും അള്ളാഹു അവർക്ക് നിശ്ചയിച്ച ആയുസ്സിൽ നിന്ന് അവർ പിരിയുമ്പോൾ, എത്ര സമ്പത്തുള്ള മക്കളാണെങ്കിൽ പോലും അവനക്കുമായി അവകാശപ്പെട്ടത് വെറും 3 തുണി കഷ്ണം മാത്രമാണ് അവകാശമായിട്ട് നൽകുകയുള്ളൂ. അതും ഏറ്റവും ദുർബലപ്പെട്ടു പോകുന്ന 3 തുണി കഷ്ണമാണ്. അതിൽ കൂടുതലായി വെക്കേണ്ട ആവശ്യമില്ല. ആ 3 തുണി കഷ്ണത്തിൽ കൊണ്ടുപോയി വെക്കുമെന്നുള്ളതാണ്. ഇത്ര സമ്പത്തുള്ള മക്കളാണെങ്കിലും വലിയ ഖബറിൻ്റെ സൗകര്യങ്ങളൊരു ആരും നോക്കൂല. നല്ല സുഖസ്ഥിരമായി മണ്ണിൽ കിടക്കാൻ ആരും ആവശ്യപ്പെടൂല, ആഗ്രഹിക്കുകയില്ല. പക്ഷേ നമുക്ക് ലഭ്യമാവുന്നത് വെറും 3 തുണി കഷ്ണം. ശീതീകരിച്ച വാഹനത്തിൽ, ശീതീകരിച്ച വീട്ടിൽ എല്ലാ സുഖസൗകര്യങ്ങളോടും ജീവിച്ചവനാണെങ്കിൽ പോലും അവനക്ക് ലഭ്യമാവുന്ന 3 തുണി കഷ്ണമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും നമ്മുടേതല്ല എന്ന് മനസ്സിലാക്കണം. ഇതൊന്നും നമുക്ക് അവകാശപ്പെട്ടതല്ല. അതുതന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നാം നമ്മുടേതാണെന്ന് അവകാശപ്പെടാൻ പാടില്ല. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂന. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പലയിടത്തായി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമെന്നുള്ളത്. സൂറത്തുൽ ബഖറ ആദ്യത്തിൽ നമുക്ക് കാണാം, അള്ളാഹുവിനെ മുത്തഖീങ്ങളെ പരിചയപ്പെടുത്തി, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അള്ളാഹുവിൽ പേടിയുള്ള, ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറഞ്ഞത്, അള്ളാഹു അവർക്ക് നൽകിയതായ സമ്പത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് അവർ ചെലവഴിക്കും. എന്നാൽ അള്ളാഹു തഖ്വയുള്ളവനാണ്. അള്ളാഹു നൽകിയത് എന്നാ പറഞ്ഞത്, വമിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയെന്നാ പറഞ്ഞത്. ഇതൊന്നും നമ്മുടെ നിന്ന് അവകാശപ്പെടാൻ അവർക്ക് അവകാശമില്ല. നമുക്കറിയാമല്ലോ, ഈ അടുത്ത കാലത്തുണ്ടായ പല അനുഭവങ്ങളും സംഭവങ്ങളും. എത്ര വലിയ ദശകോടീശ്വരനാണെങ്കിൽ പോലും നിമിഷ നേരം കൊണ്ട് മറ്റുള്ളവർ കൈനീട്ടുന്ന അവസ്ഥ നമ്മുടെ മുന്നിലുണ്ടായിട്ടില്ലേ? എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒരു നിമിഷം മതി ഇതൊക്കെ നഷ്ടപ്പെടാൻ. പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ചെലവഴിക്കുന്നുവെങ്കിൽ, ഇതുപോലുള്ള അള്ളാഹിൻ്റെ ദീൻ്റെ മാർഗത്തിൽ ഒരു പണ്ഡിതനെ വളർത്തുന്നതിൽ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നമുക്ക് ശേഷിക്കുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഇത്യാദി വിഷയങ്ങളിലൊക്കെ നമ്മൾ സഹായിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, മുതഅല്ലിമീങ്ങൾക്ക് സഹായകരമാവുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പ്രത്യേകിച്ച് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളും
സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും നമ്മളിലേക്ക് ഏൽപ്പിച്ചെന്ന ഒരു സ്ഥാപനമാണ് അൻവാർ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളൊക്കെ അതിൻ്റെ ഒരു ഭാഗവാക്കായി, അതിൻ്റെ ഒരു പ്രവർത്തകരായി, അതിലൊരു അംഗമായി, അതല്ലെങ്കിൽ അതിൻ്റെ സഹായിയായിക്കൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് പങ്കുവെക്കാനുള്ളത്. സുദീർഘമായി സംസാരിക്കുന്നില്ല. വളരെ വൈകിയാണ് എത്തിയത്. SBയുടെ ഒരു പരിപാടി കോഴിക്കോട് നടക്കുകയായിരുന്നു. ഇറങ്ങി വരാൻ പറ്റാത്ത, മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം പുറപ്പെടാൻ പറ്റി. തുടർന്ന് നല്ല ബ്ലോക്കിൽ നല്ല ജാമായിരുന്നു. എത്താൻ താമസിച്ചു. നിഷാദ് ബാഖി ഉസ്താദിൻ്റെ പ്രസംഗം അവിടെ നടക്കാറുണ്ട്. 8:30 മണിക്ക് സാധാരണ സ്റ്റേജിൽ കയറി 10 മണിക്ക് വന്ന് നിർത്തുന്ന ഈ അടുത്ത കാലത്തൊക്കെ കണ്ടിട്ടുള്ളത്. ഇന്ന് കുറച്ചധികം ഒരു 11 മണി വരെയെങ്കിലും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഇങ്ങനത്തെ നമ്മുടെ പ്രാസംഗികമാർ ദീനിനു വേണ്ടി ഖിദ്മ ചെയ്യുന്നവർക്കൊക്കെ ആഫിയത്ത്, ആരോഗ്യം, ആയുസ്സൊക്കെ പ്രദാനം ചെയ്യട്ടെ. മഹാന്മാരുടെ നമുക്ക് കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിച്ച് ആ സത്യത്തിൻ്റെ പാതാവിലൂടെ ജീവിച്ച് മരിച്ചു പോകുന്ന സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിൽ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.